നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ സിറ്റുവേഷൻ, ഒരു ആഴ്ചയിലെ മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് സെൽ ട്രെൻഡ് തന്നെയാണ്. ബൈയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകിയിരുന്നു. ആ ഒരു സപ്പോർട്ടുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അഗ്രസീവായിട്ട് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യരുതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ച തുടക്കത്തിലല്ല, ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു. ഓരോ ദിവസവും നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അവസാനത്തെ ഒരു സെക്ഷൻ ആയാലും 22,800 താഴത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്ലോസിംഗ് ആയാലും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാളിന് സാധ്യതയുണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെന്റിന് സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയകൾ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ സെൽ ട്രെൻഡിൽ തന്നെയാണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മളത് കാണിച്ചെന്നാണ്. ബൈയിലേക്ക് കടക്കണമെങ്കിൽ നിഫ്റ്റിക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നത് 2230. അപ്പോൾ 22,230 റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്താലാണ് നിഫ്റ്റിയുടെ ആ ഒരു ബൈരൊരു സെന്റിമെന്റ്, താൽക്കാലികമായിട്ടൊരു ബൈരൊരു സെന്റിമെന്റ്, അടുത്തൊരു റെസിസ്റ്റൻസ് വരെയുള്ള ബൈരൊരു സെന്റിമെന്റിന് സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും വളരെ എക്സാക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നൽകിയിരുന്നു. 48,888 ഇതാണ് സപ്പോർട്ട് നൽകിയിരുന്നത്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതായിരുന്നു ബജറ്റിന്റെ ആ ഒരു ലോ വന്നിരിക്കുന്നത്. അതിന്റെ താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിട്ടില്ല. ഓരോ ദിവസമായാലും ആ ഒരു ലെവൽ ക്ലോസ് ചെയ്യാതെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ മുകളിലേക്കുള്ളൊരു ഹയർ ലെവലിലേക്കുള്ളൊരു വലിയൊരു ബൗൺസ് ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇന്റർഡേയിൽ ഈ ഒരു ലെവലിൽ നിന്നെല്ലാം, ലോവർ ലെവലിൽ നിന്നെല്ലാം ബൗൺസ് ലഭിക്കുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനിലായാലും ഇതിൻ്റെ താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ബാങ്ക് നിഫ്റ്റി, നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ ലോവർ ലെവൽ സപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സപ്പോർട്ട് എത്തുമ്പോഴേക്കും നിഫ്റ്റി ഒരു ബൗൺസിനൊരു സാധ്യതയുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിയിലൊരു ബൈരൊരു സെന്റിമെന്റ് കാണുന്നത്. അല്ലെങ്കിൽ ഈ റേഞ്ച് ജസ്റ്റ് അത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയൊരു റേഞ്ചിലാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് വരുന്നത്. എത്ര ദിവസത്തോളം ഇത്രത്തോളം ചെറിയ മൂവ്മെന്റിൽ നിലനിൽക്കുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലോ പിന്നത്തെ വീക്കിലോ വലിയൊരു മൊമെന്റത്തിനും ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കാണുന്നത് ലോവർ ലെവലിൽ നിഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നുണ്ട്. അതായത് നിഫ്റ്റിക്ക് 22,640 ഈ ഒരു ലെവലിൽ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 22,500 തൊട്ട് താഴെ സപ്പോർട്ട് കാണുന്നുണ്ട്. 22,500 തൊട്ട് താഴെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 500 താഴെ വന്നാലും ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 22,400 500 റേഞ്ചിന്റെ ഇടയിൽ സപ്പോർട്ടാണ്. ഇപ്പൊ നിഫ്റ്റിയിൽ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ലെവലിൽ തുടർച്ചയായിട്ട് സപ്പോർട്ട് ലെവൽ കാണുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം ഈ ഒരു സപ്പോർട്ട് താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് സെൽ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം എക്സ്പയറി ഡേയിൽ പോലും കണ്ടത് അതാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നത്. പക്ഷെ അവസാനത്തെ ദിവസത്തിലായാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ ട്രെൻഡിൽ തന്നെയായിരുന്നു മാർക്കറ്റ് വന്നിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിക്കായാലും നിലനിർത്തേണ്ട സപ്പോർട്ട്. അപ്പോൾ നിഫ്റ്റി വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ 22,775 നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിരുന്ന സപ്പോർട്ടാണ്. അതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ട്രെൻഡ് സെല്ല് തന്നെയാണ്. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അതേപോലെ തന്നെ 22,640 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അതേപോലെ തന്നെ 22,500 താഴെയാണ് എടുത്തിരിക്കുന്നത്. 22,500 താഴെ, 22,490 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും
400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും കൂടുതൽ വീക്ക്നെസ് ആണ്. പക്ഷേ ഈ ഒരു ലെവൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്ത് നിലനിർത്താനായിട്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് കാണുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഹോൾഡ് ചെയ്ത് നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ചിലപ്പോൾ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റി, അതേപോലെ തന്നെ റൈറ്റ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് പറയുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ ഒരു ക്ലോസിംഗ് ഒക്കെ ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നെക്സ്റ്റ് ഡേയിൽ കൂടുതൽ വീക്ക്നെസ് ആവും. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫാളിന് തന്നെയായിരിക്കും സാധ്യത വരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോഴായാലും ഈ ഒരു സപ്പോർട്ട് ലെവൽ, ഇത് ലോങ് ടൈം വ്യൂവില് എപ്പോഴും ഡെയിലി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ നൽകുന്ന സപ്പോർട്ട് ലെവലുകൾ ലോങ് ടൈം വ്യൂവിൽ എപ്പോഴും ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ നോക്കാം. ഇൻട്രാഡേയിൽ നിഫ്റ്റിയുടെ ആയാലും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ 22,810 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 22,775 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേയിലാണ് പറയുന്നത്. ഈ ഒരു ലെവലാണ്. ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇൻട്രാഡേയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിനൊരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് എല്ലാം വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. 22,750, 775 ഇതൊക്കെ മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളാണ്. ഇതിനൊരു താഴെ നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 640 ആ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത്. അതായത് നിഫ്റ്റിക്ക് 22,620, 640 സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സപ്പോർട്ട് ലെവൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്യുന്നത് 22,620 താഴെയാണ്. അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാനിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. സ്റ്റോപ്പ് ലോസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 640 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ മാനേജ് ചെയ്യുക. കാരണം ഇവിടെ സപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ 620 താഴത്തേക്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ കാണുന്നത് 500 താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. ഏകദേശം 22,465 സപ്പോർട്ട്. പക്ഷെ 465 ഹോൾഡ് ചെയ്തുകൊണ്ട് 500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, 500 അടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ നിഫ്റ്റിക്ക് ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. 500 താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലേക്ക് കടക്കാനായിട്ടും നിഫ്റ്റിക്ക് ഇൻട്രാഡേയിലാണ് പറയുന്നത്, താൽക്കാലികമായിട്ടൊരു ബൈ സെന്റിമെന്റിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 22,810 ഒരു മുകളിലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താൽ നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 22,920 ആണ്. അപ്പോൾ 22,920 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 23,000 തൊട്ട് താഴെയാണ്. ഞാൻ 22,990 എടുത്തിരിക്കുന്നത്. പക്ഷെ 23,000 ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഒരു താഴത്തേക്ക് വരാനായിട്ടൊരു സാധ്യത. പക്ഷെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലോവർ ലെവലിൽ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും മാർക്കറ്റിന്റെ ഒരു ഗ്ലോബൽ സെന്റിമെന്റ് എല്ലാം കുറച്ച് നെഗറ്റീവ് ആണ്. പക്ഷെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞതാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ബൗൺസ് തന്നെയാണ് സാധ്യത വരുന്നത്. പക്ഷെ വളരെ ചെറിയൊരു റേഞ്ചിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ വന്നിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിക്കേണ്ടത്, ലോവർ ലെവൽ ശ്രദ്ധിക്കേണ്ടത് 48,300, അതേപോലെ തന്നെ 47,800,
50. അപ്പോൾ ഈ രണ്ട് സപ്പോർട്ടുകളാണ് ലോവർ ലെവലിൽ നിലനിർത്തേണ്ടത്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ വൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും 48,888 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യത, ബൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ റെസിസ്റ്റൻസ് ലെവലുണ്ട്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷനും അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഇൻ കേസ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്നതായാലും ബൗൺസ് ചെയ്താലും ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നുള്ള ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക്, ട്രെൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകുക. ഇതേ രീതിയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസമുള്ള അപ്ഡേറ്റിൽ കാണാം. താങ്ക് യു.